അയ്യപ്പ സംഗമത്തിന്റെ നടപടികൾ അവസാന ഘട്ടത്തിൽ ചർച്ചാ സെഷനുകൾ അവസാനിച്ചു. ഒരേ സമയം 3 വിഷയങ്ങളിലായിരുന്നു ചർച്ച നടന്നത്. പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ ദേവസ്വം ബോർഡ് രേഖാമൂലം ശേഖരിച്ചു. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനെന്നും ആഗോള അയ്യപ്പ സംഗമം വൻ വിജയമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പ്രതിപക്ഷം നശിച്ച് നാമാവശേഷമാവുകയാണെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. അവർക്ക് എല്ലാ അയ്യപ്പ ഭക്തരാണെന്ന് എല്ലാം ഇതൊക്കെ മുമ്പ് ഇവരെല്ലാം ഈ പറഞ്ഞ പലരും ആദർശത്തിന് വേണ്ടി പണ്ടെല്ലാം ഇങ്ങനെ നിരീശ്വരത്വം പറയുമെങ്കിലും അയ്യപ്പനെ കാണാൻ വരുന്ന 90% മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരല്ലേ. അവർ പണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും പോയെന്നിവ. പിണറായി തന്നെ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ലേ, പിന്നെ ഭക്തനല്ലെങ്കിൽ വരാതിരിക്കുക. ഇവർക്കെല്ലാം മനസ്സിൽ ഭക്തിയാണെന്ന്. റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ. റഹീസ്, എന്തായാലും ആഗോള അയ്യപ്പ സംഗമം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിലിപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നതാണ് ശ്രദ്ധേയം. മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തുകയും പ്രതിപക്ഷം നശിച്ച് നാമാവശേഷമാകുമെന്നാണോ പറയുന്നത്? റോഷ്നി, അതാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്താണ് പിണറായി വിജയൻ അയ്യപ്പ ഭക്തരാണ് എന്ന് പറയുന്നത്. പിണറായി അയ്യപ്പ ഭക്തനായതുകൊണ്ടല്ലേ 2 തവണ ശബരിമലയിലേക്ക് പിണറായി വിജയൻ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം കൊടുത്ത ഉപഹാരം അയ്യപ്പൻ്റെ രൂപമുള്ള ഒരു വിഗ്രഹത്തിൻ്റെ രൂപമുള്ളതാണ് ദേവസ്വം ബോർഡ് ഉപഹാരമായി കൊടുത്തത്. ആ ഉപഹാരം ഹൃദയം കൊണ്ട് പിണറായി വിജയൻ സ്വീകരിച്ചു. അയ്യപ്പ ഭക്തൻ അല്ലെങ്കിൽ ഇതെനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പറയുമല്ലോ. സാധാരണഗതിയിൽ അങ്ങനെ പറയുന്ന ആളല്ല പിണറായി വിജയൻ. അങ്ങനെ പറയേണ്ടതായിരുന്നു, പക്ഷെ അത് അദ്ദേഹം പറയാത്തത് അയ്യപ്പ ഭക്തനായതുകൊണ്ടാണ്. മുമ്പ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല എന്നാണ് പിണറായി വിജയൻ്റെ ഭക്തിയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം. ഒപ്പം പ്രതിപക്ഷം നശിച്ച് നാറാണക്കല്ലായി പോവുകയാണെന്ന രാഷ്ട്രീയമായ ഒരു പ്രസ്താവന കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രിയാകണം എന്ന് പറയുന്നുണ്ട്. LDF ഭരണത്തിൽ വരണം, പക്ഷെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ പിണറായി വിജയൻ മാത്രമാണ്. എല്ലാവരെയും യോജിച്ച് കൊണ്ടുപോകാൻ പിണറായിക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞ് അടിമുടിയൊരു പിണറായി വിജയനെ ആ തരത്തിൽ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞ് എന്താ പറയുക പുകഴ്ത്തി പറയുകയും പിണറായി വിജയൻ്റെ ഭക്തിയെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യമെന്ന നിലയിൽ അദ്ദേഹം പറയുകയുമാണ് ചെയ്തത്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സമാപന പരിപാടികളാണ് നടക്കുന്നത്. ഇപ്പോൾ വേദിയിൽ അല്പസമയത്തിനകം ഏറ്റവും അവസാനത്തെ പരിപാടി വിജയ് യേശുദാസ് നയിക്കുന്ന ഗാനമേളയാണ്. വിജയ് യേശുദാസ് അല്പസമയം മുമ്പ് എത്തിയിട്ടുണ്ട്. ആ ഗാനമേള അയ്യപ്പ ഭക്തി ഗാനങ്ങൾ മാത്രമായിരിക്കും ആലപിക്കുക. അതിനുള്ള ഒരു ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇതോടുകൂടി, അതായത് ഈ ഗാനമേളയോടുകൂടി ഈ പരിപാടി ആഗോള അയ്യപ്പ സംഗമം പൂർണ്ണമായും അവസാനിക്കുകയും ചെയ്യും. റോഷ്നി, റഹീസ, നമുക്കറിയാം ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രതികരണത്തെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം വന്നത് തന്നെ ഈ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ മുഖ്യമന്ത്രിക്കൊപ്പം വന്നിറങ്ങുന്നു. മുഖ്യമന്ത്രിയുടെ കൈ ഉയർത്തി വേദിയിൽ, അതൊരു സാധാരണ കാര്യമായിരിക്കാം, എങ്കിലും മുഖ്യമന്ത്രി അതിനുശേഷം വാനോളം പുകഴ്ത്തി പറയുന്നു. പ്രതിപക്ഷത്തെ ആണെങ്കിൽ അവർക്ക് നീരസമുണ്ടാക്കുന്ന തരത്തിൽ തന്നെ പ്രതികരണം നടത്തുന്നു. ഇതിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വല്ല പ്രതികരണവും ഇതിനോടകം വന്നിട്ടുണ്ടോ? പ്രതിപക്ഷത്ത് നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നജീബ് കാന്തപുരം MLA പോലുള്ള ആളുകൾ RSSമായി ബന്ധം അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുമായി അടുത്ത ബന്ധം ഈ ഘട്ടത്തിൽ എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ പറ്റും, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ കാറിൽ വന്നിറങ്ങിയത് കൊണ്ട് രാഷ്ട്രീയമായ ഒരു സന്ദേശം നൽകാനാണ് മുഖ്യമന്ത്രിയും സർക്കാരും ശ്രമിച്ചത്. അദ്ദേഹം ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന ഒരു സന്ദേശം നൽകാനുള്ള ഒരു ശ്രമം നടത്തി എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്, ഇടയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊരു കാര്യം കാണിക്കാനൊക്കെയാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. പക്ഷേ UDF ഇതിനെ രാഷ്ട്രീയമായി ആയുധമാക്കുക എന്ന് പറഞ്ഞാൽ, ഈ അടുത്തിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിനെതിരെ തുടർച്ചയായി വർഗീയ പരാമർശങ്ങൾ പറഞ്ഞിരുന്നത് എന്ന് മാത്രമല്ല, മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നു, പിന്നീട് കോടതി ഇടപെട്ട് സുദർശൻ തന്നെ അന്വേഷിക്കട്ടെ എന്ന തീരുമാനം എടുക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാളുന്ന മുഖ്യമന്ത്രി മൈക്രോ ഫിനാൻസ് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയുമായി വരുന്നത് ശരിയല്ല എന്ന കാര്യവും മറ്റും പറയുന്നുണ്ട്. പക്ഷേ ഒരുമിച്ച് വന്ന വെള്ളാപ്പള്ളി നടേശനാണ് പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്ന് പറഞ്ഞത് എന്ന് കൂടി കൂട്ടിച്ചേർക്കണം. അതായത് പിണറായിയുമായി ഞാൻ നല്ല ബന്ധമാണ്, ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് എന്നൊക്കെ ഈ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുമുണ്ട്. സ്വാഭാവികമായും പിണറായി താൻ അയ്യപ്പ ഭക്തനാണ് എന്ന് പറഞ്ഞത് അംഗീകരിക്കാനിടയില്ല. അദ്ദേഹം തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിനൊരു തിരുത്തുമായി രംഗത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.
ഈ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിലേക്ക് കൂടി വരികയാണെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു പരിപാടിയല്ല, വർഷങ്ങളുടെ ചർച്ച അതിന് പിന്നിലുണ്ടെന്ന് പറയുകയാണല്ലോ. അദ്ദേഹം പറഞ്ഞ മറ്റെന്തൊക്കെ കാര്യങ്ങൾ പ്രസക്തമായിരുന്നു റഹീസ്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെയും BJPയെയും നേരിട്ട് പറഞ്ഞുള്ള ഒരു കടന്നാക്രമണം, സാധാരണഗതിയിൽ ഇങ്ങനൊരു പരിപാടി നടക്കുന്നത് കൊണ്ടായിരിക്കാം അതുണ്ടായിരുന്നില്ല. പക്ഷെ പ്രതിപക്ഷവും BJPയും ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം എണ്ണി അദ്ദേഹം മറുപടി പറഞ്ഞു. അതിൽ പ്രതിപക്ഷ നേതാവ് 3 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടും മറ്റും ചോദിച്ചിരുന്നു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ 9 വർഷമായി എന്ത് ചെയ്യുകയായിരുന്നു LDF സർക്കാർ, ഇപ്പോഴാണോ അയ്യപ്പ സംഗമം വിളിച്ച് ഭക്തർക്ക് വേണ്ടി രംഗത്ത് വരുന്നതെന്ന് ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കേണ്ട സാഹചര്യം ഇപ്പോഴാണ് വന്നത്, അതനുസരിച്ച് അയ്യപ്പ സംഗമം നടത്തുകയാണ് എന്ന മറുപടി, അതൊരു രാഷ്ട്രീയമായ മറുപടി തന്നെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചതിന് പേരെടുത്ത് പറയാതെ ആണെങ്കിൽ പോലും മറുപടി നൽകുകയാണ് ചെയ്തത്. മറ്റൊന്ന്, ഇവിടുത്തെ വികസനത്തിന് എതിരായി പ്രതിപക്ഷവും BJPയും നിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു മതേതര ഇടമാണ് ശബരിമല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു. അതിൽ ഹരിവരാസനം എഴുതിയ ദേവരാജൻ മാസ്റ്റർ, ഒപ്പം പാടിയ യേശുദാസ്, വാവർ സ്വാമി, അർത്തുങ്കൽ പള്ളി, അങ്ങനെ മുസ്ലിം ക്രിസ്ത്യൻ ഒരു മതവുമില്ലാത്ത ആളുകൾ എല്ലാവരെയും കണക്ട് ചെയ്ത് അവരുമായി ശബരിമലയ്ക്ക് ബന്ധമുണ്ട്, ആ തരത്തിലൊരു മതേതര ഇടം കൂടിയാണ് ശബരിമല എന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ടായിരുന്നത്. ആഗോള അയ്യപ്പ സംഗമം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്നത് എന്നതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. പക്ഷേ അതിന് അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും ഈ അടുത്ത് ആലോചിച്ചതല്ല ആഗോള അയ്യപ്പ സംഗമം, നേരത്തെ തന്നെ ആലോചിച്ചതാണ്. പ്രത്യേകിച്ച് മലേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെയുള്ള ഭക്തർ അവർ ഇരുമുടിക്കെട്ടുമായി വിമാനത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. അന്നേ ആലോചിച്ചതാണ് ഇത്തരമൊരു പരിപാടി എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. റോഷ്നി. ശരി, റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടപടികൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്, ചർച്ചകളൊക്കെ അവസാനിച്ചിരിക്കുന്നു. ഒരേ സമയം തന്നെ 3 വിഷയങ്ങളിലായിരുന്നു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നത്.